ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയ്ക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വരക്കാൻ പോകുന്നത് അഖിലയാണ്. പ്രേമലു എന്ന മൂവിയിലെ അഖിലയാണ് നമ്മൾ ഇന്ന് വരക്കാൻ പോകുന്നത്. ഞാനിവിടെ റോസ് ആൻഡ് കോളംസ് ഞാനിവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ വരക്കാൻ ഉപയോഗിക്കുന്നത് ഡ്രോയിങ് ഗ്രിഡ് മാർക്കർ എന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഓൾറെഡി നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇത് കിട്ടുന്നതാണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡ്രോയിങ് ഗ്രിഡ് മാർക്കർ സെലക്ട് ചെയ്താൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ കിട്ടുന്നതാണ്. ഇതിനായിട്ട് പച്ച ലൈൻസ് ഞാൻ പച്ചയാണ് കൊടുത്തത് എന്ന് വെച്ചാൽ നമുക്ക് ഔട്ട്ലൈൻ ഇടുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ സ്ക്വയർസ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പച്ചയിൽ കൊടുക്കുന്നത്. അപ്പം നമ്മളെ ഐവറി ചാർട്ടിൽ A3 ഐവറി ചാർട്ടിൽ ഞാനിവിടെ ഓൾറെഡി ഗ്രിഡൊക്കെ മാർക്ക് ചെയ്തു. പിന്നെ ഞാനിവിടെ ആ റെഫറൻസ് പിക്ക് ഞാൻ നോക്കിയിട്ട് കറക്റ്റായിട്ട് എങ്ങനെയാണോ പോകുന്നത്, ആ പിക്ചറിൽ ഏതൊക്കെ ഭാഗത്താണോ ഞാൻ ഹെയറിൻ്റെ ഭാഗമൊക്കെ പോകുന്നത് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് സാവധാനം ഞാൻ ഓരോരോ ഏരിയ ഞാൻ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നമ്മളെ ലെഫ്റ്റ് സൈഡ് കാണാം നമ്മളെ റെഫറൻസ് പിക്ക്. അപ്പോൾ ഏതൊക്കെ ഭാഗത്തോടെയാണ് പോകുന്നത് അത് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഞാനിവിടെ 3B പെൻസിൽ വെച്ചിട്ടാണ് ഞാനിവിടെ ഔട്ട്ലൈൻ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്ലൈൻ കുറച്ച് ഡാർക്കായിട്ട് കിട്ടും. അതിനാണ് ഞാനിവിടെ 3B പെൻസിൽ ഞാൻ യൂസ് ചെയ്യുന്നത്. 3B മെക്കാനിക്കൽ പെൻസിലാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമ്മൾ സാവധാനം ഹെയർസിൻ്റെ മുകൾ വശം നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കുക എങ്ങനെയാണോ ഡയറക്ഷൻ പോകുന്നത് അത് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് സാവധാനം നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് നമുക്ക് ലൈറ്റായിട്ട് പ്രസ് ചെയ്ത് വരക്കാവുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ കാണാവൂ. ആക്ച്വലി നമ്മൾ ഡ്രോയിങ് ചെയ്യുമ്പോൾ അധികം പ്രസ് ചെയ്യാൻ പറ്റില്ല. ഔട്ട്ലൈൻ എപ്പോഴും നമ്മൾ ലൈറ്റായിട്ട് വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേ നമുക്ക് ഷെയ്ഡിങ് ചെയ്യുമ്പോൾ നമുക്ക് അധികം മായ്ക്കേണ്ട അവസ്ഥ വരില്ല. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളെ ഫേസിൻ്റെ ആ ഒരു പോർഷൻ ഞാനിവിടെ ഏകദേശം ലൈറ്റായിട്ട് ഞാനിവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സാവധാനം വേണം വരക്കാൻ. നമ്മളെ ഔട്ട്ലൈൻ നമുക്ക് തെറ്റിക്കഴിഞ്ഞാൽ നമ്മളെ ബാക്കിയെല്ലാം നമ്മളെ ഷെയ്ഡിങ്സൊക്കെ ഒരു ഫിനിഷിങ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഔട്ട്ലൈൻ വരക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് വരക്കാൻ ശ്രമിക്കുക. ഏതൊക്കെ ഭാഗത്തൂടെയാണ് പോകുന്നത് അത് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് പതിയെ പതിയെ വേണം വരക്കാൻ. ഞാൻ ഇതിൽ ഓൾറെഡി ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്ത് ആണ്. ഓൾറെഡി ഇത് 9 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണ്. നല്ലൊരു ഡ്രോയിങ് ട്യൂട്ടോറിയലാണ്. എങ്ങനെയാണ് ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ സൂപ്പറായിട്ട് ഔട്ട്ലൈൻ വരച്ചെടുക്കുക എന്നൊരു മലയാളം ട്യൂട്ടോറിയലാണ്. അപ്പോൾ എൻ്റെ ഈ പുതിയ ചാനൽ ആരെങ്കിലും പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ട് ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നിരവധി ട്യൂട്ടോറിയൽ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഡ്രോയിങ് വീഡിയോസൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചെവിയൊക്കെ ഞാൻ വരച്ചെടുത്തു. ചെവിയൊക്കെ അടിപൊളിയായിട്ട് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കാതിൽ എങ്ങനെയാണ് പോകുന്നത് അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ നോക്കിയിട്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മളൊരു കളർ പെൻസിൽ ഡ്രോയിങ് ആയിരിക്കും ചെയ്യുക. അപ്പോൾ അതിൻ്റെ രീതിയിൽ ഞാനിവിടെ ഔട്ട്ലൈൻ വരച്ചെടുക്കുകയാണ്. അധികം ഡാർക്ക്നെസ് കൊടുക്കാതെ തന്നെ ലൈറ്റായിട്ട് വരച്ചെടുക്കുക. പിന്നെ ആ മുടിയുടെ ഭാഗമൊക്കെ എങ്ങനെയാണ് പോകുന്നത് അതിൻ്റെ ഡയറക്ഷൻ ജസ്റ്റ് ഒന്ന് ഒരു ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മളെ റെഫറൻസിലേക്ക് ഒന്നും നമുക്ക് നോക്കുക. പിന്നെ അടുത്ത ഹെയറിൻ്റെ ഭാഗം, ലെഫ്റ്റ് സൈഡിൻ്റെ ഹെയറിൻ്റെ ഭാഗം എങ്ങനെയാണ് പോകുന്നത്, ഏതൊക്കെ സ്ക്വയറിലൂടെയാണ് പോകുന്നത് അത് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് പതിയെ പതിയെ വരച്ചെടുക്കുക. ഓരോരോ സ്ക്വയറും വളരെ സൂക്ഷിച്ച് വേണം നമുക്ക് നോക്കിയിട്ട് വേണം വരച്ചെടുക്കാൻ. ഇവിടെ എങ്ങനെയാണോ പോകുന്നത്, ഏതൊക്കെ സ്ക്വയറാണോ പോകുന്നത് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് വരച്ചെടുക്കുന്നു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട് ഏത് സ്ക്വയറിലൂടെയാണ് പോകുന്നത്. നമ്മൾ ഒരു സ്ക്വയർ തെറ്റിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഡ്രോയിങ്സും നമ്മളെ കുളമാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ നോക്കുക ഏതൊക്കെ സ്ക്വയറിലൂടെയാണോ പോകുന്നത് അത് നമ്മൾ നോക്കിയിട്ട് വരച്ചെടുക്കുക. ഞാനിവിടെ അഖിലയുടെ കണ്ണിൻ്റെ മുകൾ വശത്തെ പിരികം വരയ്ക്കുകയാണ്. പിരികം എങ്ങനെയാണ് പോകുന്നത് ആ ഡയറക്ഷൻ നമ്മൾ നോക്കിയിട്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്നു. പിന്നെ അവിടെ ഒരു പൊട്ടുണ്ട് ലൈറ്റായിട്ട്, ആ പൊട്ടും ഞാനിവിടെ വരച്ചെടുക്കുന്നു. അതിനുശേഷം അടുത്ത കൺപുരികം എങ്ങനെയാണ് പോകുന്നത് നമ്മൾ നോക്കിയിട്ട് ആ സ്ക്വയർസിൻ്റെ ഡയറക്ഷൻ ജസ്റ്റ് ഒരു ഡയറക്ഷൻ ഞാനിവിടെ വരച്ചെടുക്കുന്നു. അപ്പോൾ നമ്മുടെ പിരികം ഏകദേശം നമുക്ക് സെറ്റായിട്ടുണ്ട്. ഇതിൽ കാണാൻ പറ്റും ഏതൊക്കെ സ്ക്വയറിലൂടെയാണ് പോകുന്നത് അത് ഞാൻ കറക്റ്റായിട്ട് ഞാനിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. കണ്ണും ഏകദേശം നമ്മൾ റെഡി ആയിട്ടുണ്ട്. കണ്ണിങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് കണ്ണിൻ്റെ ഒക്കെ പോർഷൻസ്. ഇനി നമുക്ക് വരക്കേണ്ടത് മൂക്കാണ്. അപ്പോൾ മൂക്കിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ മൂക്ക് എങ്ങനെ വരക്കാം, മൂക്ക് അവിടുന്ന് എങ്ങനെയാണ് പോകുന്നത് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് വരച്ചെടുക്കുന്നു.
ആ ഷേപ്സും മൂക്കിൻ്റെ ഷേപ്സും കർവും ഒക്കെ നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് വരച്ചെടുക്കുക. ഒരു സ്ക്വയറിൻ്റെ എത്ര ഭാഗമാണോ മൂക്ക് കടന്നു പോകുന്നത് അത് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു സ്ക്വയേഴ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. പകുതി ഹാഫായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഹാഫിൽ ഏതൊക്കെ ഭാഗത്താണോ മൂക്കിൻ്റെ പോർഷൻസ് കടന്നു പോകുന്നത് അത് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് നമുക്ക് വരച്ചെടുക്കുകയാണ് ഇവിടെ ഞാൻ ചെയ്യുന്നത്. ആ ഷേപ്സ് നമുക്ക് ഫസ്റ്റായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. മൂക്കിൻ്റെ ഷേപ്സ് നമുക്ക് വന്നു തന്നെ നമുക്ക് ബാക്കിയെല്ലാം റെഡിയാകും. ഇനി നമുക്ക് വരുന്നത് അടുത്ത ചുണ്ടാണ്. ചുണ്ട് മെയിനായിട്ട് തെറ്റിപ്പോകുന്ന ഒരു മെയിൻ ഇതാണ്. അതുകൊണ്ട് തന്നെ ചുണ്ട് നമുക്ക് ശ്രദ്ധിച്ച് വരയ്ക്കുക. എങ്ങനെയാണ് ചുണ്ടിൻ്റെ ഡയറക്ഷൻ പോകുന്നത് അതുപോലെ തന്നെ വരച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇത്ര സ്ക്വയർ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം എൻ്റെ 1, 2, 2.5 സ്ക്വയർസ് ആണ് കിടന്നിട്ടുള്ളത്. അപ്പോൾ ആ 2.5 സ്ക്വയർസ് ഞാനിവിടെ നോക്കിയിട്ട് വരച്ചെടുക്കുന്നു. പിന്നെ അതിൻ്റെ ജസ്റ്റ് ഡാർക്ക്നെസ് ഏരിയ ഒക്കെ ഞാൻ ഔട്ട്ലൈനായിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇനി ഷെയ്ഡിങ്സ് വരാണ്ട് ഏതൊക്കെ ഭാഗത്താണ് ഷെയ്ഡിങ്സ് വരുന്നത് അതൊക്കെ ജസ്റ്റ് ഞാൻ ഔട്ട്ലൈൻ കാണിക്കുന്നു. പിന്നെ മുഖവശ ചുണ്ട് എത്ര ഗ്രിഡിൻ്റെ എത്രയൊക്കെ ഭാഗത്ത് കടന്നു പോകുന്നു എന്നൊന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ട് സാവധാനത്തിൽ വരച്ചെടുക്കുന്നു. പിന്നെ നമ്മൾ താഴ്ഭാഗത്തെ ചുണ്ടിൻ്റെ ഡയറക്ഷൻ വരയ്ക്കുകയാണ്. പല്ല് നമ്മൾ അവസാനം മാത്രം വരയ്ക്കുക. പല്ല് ഫസ്റ്റിൽ വരക്കുന്നത് തെറ്റായിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് ആ പോർഷൻസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോലെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ താഴ്ഭാഗത്തെ ചുണ്ട് ഞാൻ ഇവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സ്ലോലി ഞാൻ ചുണ്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുത്തു. എവിടേക്കാണോ പോകുന്നത് ആ ഡയറക്ഷൻ നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് ആ ഒരു ഭാഗത്തെ കൂടെ ഞാനിവിടെ പെൻസിൽ വെച്ചിട്ട് ഞാൻ ഔട്ട്ലൈൻ കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചുണ്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്ററിലത്തെ പല്ല് നമുക്ക് വരച്ചെടുക്കാം. ഫസ്റ്റായിട്ട് നമുക്ക് സെൻറ്റർ പല്ലാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. പിന്നെ നമുക്ക് ലാസ്റ്റ് പല്ല് ഇങ്ങനെ ഷേപ്സ് ജസ്റ്റ് ഷേപ്പ് ആ പല്ലിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് പോകുന്നത് അത് മാത്രം ജസ്റ്റ് ആ ഷെയ്ഡിങ്ങിലൂടെ കാണിക്കുക. പിന്നെ നമ്മൾ ഓൾറെഡി കളർ പെൻസിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഷെയ്ഡിങ്സ് വരുമ്പോൾ നമുക്കത് പെർഫെക്റ്റായി കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഡയറക്ഷൻ അതുപോലെ തന്നെ എങ്ങനെയാണോ അതിൻ്റെ ഷേപ്പ് ഉള്ളത് അത് നമ്മൾ നോക്കിയിട്ട് അതുപോലെ തന്നെ വരച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ പല്ല് ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ ചുണ്ടിൻ്റെ ആ ഒരു പോർഷനും റെഡി ആയിട്ടുണ്ട്. പിന്നെ ആ താടി ഭാഗത്തിൻ്റെ ആ ഒരു ഭാഗം അതും ഏകദേശം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഷെയ്ഡിങ്സിൻ്റെ ഭാഗമാണ് ഞാനിവിടെ ജസ്റ്റ് ആ പെൻസിൽ വെച്ചിട്ട് വരച്ചിട്ടുള്ളത്. പിന്നെ കഴുത്തിൻ്റെ ഭാഗം നമ്മൾ ശ്രദ്ധിക്കുക. എത്ര സ്ക്വയറിലൂടെ കടന്നു പോകുന്നത് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് ആ കഴുത്തിൻ്റെ ഭാഗം ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡ്രസ്സിൻ്റെ ഭാഗം കിടക്കുകയാണ്. ഡ്രസ്സ് എങ്ങനെയാണ് പോകുന്നത് ആ ഡ്രസ്സിനെ കാണാം. ആ കർവും ആ വളവൊക്കെ അതിൻ്റെ അനുസരിച്ച് നമ്മൾ വരച്ചെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഡ്രസ്സിൻ്റെ ആ ഒരു ഭാഗവും നമ്മൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ കഴുത്തിൻ്റെ ഭാഗം കഴുത്ത് എങ്ങനെയാണോ പോകുന്നത് അത് നമ്മൾ നോക്കിയിട്ട് ഗ്രിഡ് നോക്കിയിട്ട് കറക്റ്റായിട്ട് വരച്ചെടുക്കാം. പിന്നെ കുറച്ചൊരു ഹെയറിൻ്റെ ബാലൻസ് ഉണ്ട് അത് ഞാനവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളെ ആ മുടിയും കാതിലും എല്ലാം ഓക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. മറ്റേ ഒരു ബ്ലൂ കളറിൽ കുറച്ചൊരു ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ വരച്ചെടുക്കുന്നു. ആ ഒരു ആംഗിളിൽ എങ്ങനെയാണ് പോകുന്നത് അത് നമ്മൾ നോക്കിയിട്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഇട്ട് കൊടുത്ത് കറക്റ്റായിട്ട് അത് വരച്ചു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുക്കുക. ബാക്കി നമ്മളൊക്കെ കളർ പെൻസിൽ വെച്ച് നമുക്കിത് കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഏകദേശം നമ്മളെ അതൊക്കെ നമ്മൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഡെക്കറേഷൻസ് ഒക്കെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മളെ പെൻസിൽസ് ഔട്ട്ലൈൻസ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയുണ്ട് സംഭവം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് വൈകാതെ തന്നെ ഇടാം. എന്ന് വെച്ചാൽ കളർ പെൻസിൽ ട്യൂട്ടോറിയലായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കുള്ള ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു.